ഹായ് പ്രിയങ്ങളെ, ഒരു അടിപൊളി വീഡിയോ കേട്ടോ. കാണുമ്പോൾ വലിയ സംഭവമൊന്നുമില്ല. ഇതെനിക്കെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതും കേൾക്കുന്നതും, ഇങ്ങനൊരു സാധനത്തിനെ കാണുന്നത്. തവളകളെ കണ്ടിട്ടുണ്ട് നമ്മൾ. തവളകളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളത്തിൻ്റെ സൈഡിൽ മഴക്കാല സമയത്തൊക്കെ തവള ഇങ്ങനെ മാല പോലെ മുട്ടയിടുന്നതും അത് കോരി കളിച്ചതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ഇത്ര എന്താ പറയുക, അത്ഭുതകരമായിട്ട് ഒരു തവള, എന്താ പറയുക, ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇങ്ങനെ പറക്കുന്ന തവള, മരത്തവള, പച്ചത്തവള എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിലേതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളിലേക്ക് ഇതൊന്ന് എത്തിക്കണമെന്ന് തോന്നി. വളരെ ബുദ്ധിപരമായിട്ട് വളരെ നേർത്തൊരു വാഴയിലയിലാണ് അത് മുട്ടയിട്ടതും. കുറേ കുട്ടികൾ ആ മുട്ടയ്ക്കുള്ളിലുണ്ട്. അത് വിരിഞ്ഞ് വരുന്നത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ തവളയുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക, കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. ഇതുപോലുള്ള വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ദൈവം എത്ര ഭംഗിയായിട്ടാണ് ഓരോ ജീവികൾക്കും അതിൻ്റേതായ സൗന്ദര്യത്തിലും ബുദ്ധിയിലും കഴിവിലും ഒക്കെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? നിങ്ങൾക്കൊന്നും ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ടോ? പക്ഷേ എന്നിട്ട് എന്താ അതങ്ങനെ ചാടിപ്പോകുന്നത് നോക്കിയേ. ആ ജനിച്ച ഉടനെ അത് പറന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ പ്രിയങ്ങളെ, എല്ലാവരും ഈ വീഡിയോയുടെ നല്ല അർത്ഥങ്ങൾ മനസ്സിലാക്കി വീഡിയോയ്ക്കിടയിൽ നല്ല നല്ല കമൻറ്റുകൾ ഇടുക. കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതിന് നിങ്ങളുടെ കമൻറ്റുകളെല്ലാം എനിക്കൊരു പ്രചോദനമാകട്ടെ. അപ്പോൾ എന്നെ ഇത്ര ദിവസം സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഒരുപാട് സ്നേഹം, നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും ചെയ്യാൻ മടിക്കേണ്ട പ്രിയങ്ങൾ. ഇതാ മുട്ടയിൽ നിന്ന് കണ്ട ഓരോരോ തവളകളാണ് ഇറങ്ങുന്നത് കേട്ടോ. ഓരോരോ തവളകൾ എത്ര തവളയുണ്ടെന്ന് നോക്ക്. ആഹാ, സൂപ്പർ. അപ്പോൾ എന്തായാലും നിങ്ങളിതിൻ്റെ പേര്, ഈ തവളയുടെ പേര് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. അതവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്. ചാടണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്.